അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളുടെ ആ, ഫാമിലിയിലാണെങ്കിലും ആ, പിന്നെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഉം, എല്ലാവരും അസുഖം വന്നു കഴിഞ്ഞാൽ വേഗം ആശുപത്രിയിൽ പോവാ, അതെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്ന് മേടിച്ച് കഴിക്കുക അതെ, എന്ന് പറഞ്ഞിട്ടുള്ള ശീലമുള്ള ആളുകളാണ്. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് അക്യുപഞ്ചർ ഫോളോ ചെയ്യുന്നത്. ആ, അപ്പോ ഈ മരുന്നില്ലാതെ ആശുപത്രിയിൽ പോകാതെ ഉം. അസുഖങ്ങളൊക്കെ സുഖപ്പെടുമോ? ഇത് പൊതുവെ ആൾക്കാരെ ഒരു ചോദ്യമാണത്. ആ, ഈ ചോദ്യം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാല്, ഇപ്പോൾ നമ്മളൊക്കെ മലയാളികളാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കും. ഒന്നെങ്കിൽ ആയുർവേദ മരുന്നോ, അല്ലെങ്കിൽ ഹോമിയോ മരുന്നോ, അല്ലെങ്കിൽ അലോപ്പതി മരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ മരുന്നുകൾ, ഏതെങ്കിലും വേരുകൾ, അല്ലെങ്കിൽ തുളസി ഇല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും നാടൻ മരങ്ങളുടെ തൊലികളൊക്കെ ചെത്തിയെടുത്ത് അത് കാച്ചി കുടിച്ച് ആണ് എന്തെങ്കിലും ഒരു മരുന്ന് തേച്ചോ കുടിച്ചോ പുളിച്ചോ ഇങ്ങനെ എന്തെങ്കിലും മരുന്നിന്റെ പ്രയോഗത്തിലൂടെ മാത്രം രോഗം സുഖപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് അയാൾക്ക് രോഗം വരുമ്പം അയാൾക്ക് ഓടിപ്പോയി എന്തെങ്കിലും മരുന്ന് കഴിക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അക്യുപങ്ചറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പശ്ചാത്തലം, ഞാനൊരു മരുന്ന് മാനുഫാക്ചറിങ് കമ്പനിയിലുള്ള ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് മരുന്ന് മാനുഫാക്ചറിങ്ങിലുള്ള ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഫാർമസിസ്റ്റ് ഉണ്ട്, റേഡിയോളജിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടർമാർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പൊ ഇവരൊക്കെ സംബന്ധിച്ച് ഞാൻ എന്നെ പോലെയൊക്കെയാണ് ഇവരൊക്കെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഒരു മരുന്നും കഴിക്കാതെ രോഗം സുഖപ്പെടും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത് അങ്ങനെ സംഭവിക്കൂല എന്നാ. അപ്പൊ നമ്മളൊരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് എത്തും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു മരുന്ന് പ്രയോഗിച്ചെങ്കിലേ രോഗം മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അക്യുപങ്ചർ പഠിച്ചതിന് ശേഷം വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മരുന്നുമില്ലാതെ രോഗം സുഖപ്പെടാനുള്ള ഒരു സിസ്റ്റം ഭൂമിയിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്കത് അറിയില്ല. മലയാളികൾ തീരെ അറിയില്ല. കാരണം മലയാളികളെ സംബന്ധിച്ച് അറിവ് ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാം. ലോകത്ത് എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത ഒരു ബഹുമതി മലയാളികൾക്കുണ്ടെങ്കിലും, അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തിന്റെ അറിവ് മലയാളികൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും, മനുഷ്യന്റെ സ്വന്തം ശരീരം, നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള രോഗം സുഖപ്പെടുന്ന ചില രഹസ്യങ്ങളെ പറ്റി ഇപ്പോഴും നമുക്കറിയില്ല. എന്നാൽ നമുക്ക് അനുഭവം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചില ദിവസം നല്ല തലവേദന ഉണ്ടാവും, പോയി കിടന്നുറങ്ങും, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലവേദന മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കാലിന്റെ വേദന ഉണ്ടാവും. രാത്രി ഉറങ്ങി രാവിലെ ഡോക്ടർക്ക് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ രാവിലെ നമുക്ക് കാലിന് വേദന ഉണ്ടാവില്ല. ഇത്തരം അനുഭവങ്ങളില്ലാത്ത ആരുമില്ല. ഇത്തരം അനുഭവങ്ങളുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നറിയോ? രോഗം വന്നാലും 2 ദിവസം വെയിറ്റ് ചെയ്യും. കാരണം അത് സ്വയം മാറി അനുഭവത്തിന് മുമ്പുണ്ട്. അങ്ങനെ വയറുവേദന ഒക്കെ വന്നാൽ അങ്ങനെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മാറും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രോഗം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശക്കാതെ ആഹാരം കഴിക്കുന്നു, ദാഹിക്കാതെ വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ രാത്രി ആഹാരം വല്ലാതെ നേരം വൈകി കഴിക്കുന്നു, രാത്രി നേരം വൈകി ഉറങ്ങുന്നു. ഇങ്ങനെ ഓരോ ചിട്ടകൾ തെറ്റിക്കുന്നതുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ ചിട്ടകൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ നല്ലൊരു ശതമാനം രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും. അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്നുവെച്ചാൽ വിശക്കും മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട. ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക, ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട. ദാഹം ഉണ്ടെങ്കിൽ പോലും ദാഹം മാറാൻ ഒരു അളവുണ്ടാവും. അത്ര ഒരു 1/2 ഗ്ലാസ് വെള്ളം അത്രയ്ക്ക് മതി. ഒരുപാട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചായ ഗ്ലാസ് ഇല്ലേ, ശരിക്കും അത്ര ഗ്ലാസ്സിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യം, നമ്മൾ സർവത്ത് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുക. അത്ര വെള്ളം കുടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ രാത്രി ആഹാരം അത് കഴിവിന്റെ പരമാവധി മഗ്‌രിബിന് മുമ്പ് കഴിക്കുക. മഗ്‌രിബിന് ശേഷം ആഹാരം കഴിക്കേണ്ട. ഇപ്പൊ നമ്മൾ സാധാരണ മുസ്ലിങ്ങളായ ആളുകളെ വാച്ച് ചെയ്താൽ അവരൊക്കെ തന്നെ പ്രവാചകന്റെ ഓരോ സുന്നത്തുകൾ ഫോളോ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓരോ കാര്യങ്ങളെ പറ്റി നിരീക്ഷിക്കും. ഒരു വലിയ അത്ഭുതം തന്നെയാണത്. കാരണം ഇന്നും ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഒരു 1500 കൊല്ലം മുമ്പേ ജീവിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുള്ള ഓരോ ചെറുതും വലുതുമായ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെന്റഡ് ആണ്. ഇങ്ങനെ എല്ലാ കാര്യം ഡോക്യുമെന്റഡ് ആയ ഒരു വ്യക്തി ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും അത്ഭുതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ സാധാരണഗതിയിൽ എപ്പോഴും ആഹാരം മഗ്‌രിബിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കുന്ന ശീലമാണ് കാണുന്നത്. നോമ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് മഗ്‌രിബിന് ശേഷം ആഹാരം കഴിക്കുന്നത്. അപ്പൊ നോമ്പ് ഇല്ലാത്ത ദിവസങ്ങളിൽ മഗ്‌രിബിന് മുമ്പ് ആഹാരം കഴിക്കുന്ന ശീലമാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് നിരീക്ഷണം വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അത്രയും തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ. ദ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ, രാത്രി ആഹാരം കഴിവിന്റെ പരമാവധി മഗ്‌രിബിന് മുമ്പ് കഴിക്കുക. ഇശ കഴിഞ്ഞ ഉടനെ ഉറങ്ങുക. ഇശ കഴിഞ്ഞ ഉടനെ ഉറങ്ങിയിട്ട് എപ്പോൾ എഴുന്നേൽക്കണം? തഹജ്ജുദിന് എഴുന്നേൽക്കണം.
അപ്പൊ നേരത്തെ ഉറങ്ങുന്നത് തഹജ്ജുദ് എഴുന്നേൽക്കാനാണ്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? 6 മണിക്ക് ഉറങ്ങണം, 6 മണിക്കൂർ ഉറങ്ങണം എന്ന് കണക്ക് കൂട്ടും. എന്നിട്ട് രാത്രി 10 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങിയിട്ട് അങ്ങനെ കണക്ക് കൂട്ടി 6 മണിക്കൂർ ആവും. അതിനിടയ്ക്ക് സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെയും 6 മണിക്ക് തേക്കാൻ വേണ്ടി ബാക്കി ഉറങ്ങും. ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരം ഇതല്ല ശരിയായ ബെസ്റ്റ് ലൈഫ്. ബെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇശ കഴിഞ്ഞ് ഉടനെ കഴിവിന്റെ പരമാവധി നേരത്തെ ഉറങ്ങുക, എന്നിട്ട് ഒരു 3-3:30 എഴുന്നേൽക്കുക. ഇതാണ് ബെസ്റ്റ് ലൈഫ്. ഇങ്ങനെ ഒരു 2 കൊല്ലമൊക്കെ ഒരാൾ ജീവിച്ചു നോക്കിയാൽ അയാൾക്ക് രോഗമൊന്നും ഉണ്ടാവില്ല, അയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പൊ ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ള ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ശരിക്കുള്ള വിഷയം. അപ്പോൾ രോഗം വന്നാൽ ആ രോഗത്തിന് മരുന്ന് കഴിച്ച രോഗം സുഖപ്പെടും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ അനുഭവത്തിലൂടെ ആണെങ്കിൽ, ഇനി നമ്മൾ മരുന്നില്ലാതെ രോഗം സുഖപ്പെടുന്ന അനുഭവങ്ങൾ നമ്മൾ വന്നു ചേരുമ്പോൾ നമ്മൾ അതും ഫോളോ ചെയ്യും. ഇപ്പൊ ഞാൻ മരുന്ന് മാനുഫാക്ചറിങ് കമ്പനി തൊഴിലാളിയായിരുന്നു, അവിടുത്തെ മാനേജറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അക്യുപഞ്ചർ പഠിച്ചപ്പോൾ മരുന്നില്ലാതെ രോഗം സുഖപ്പെടും എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മരുന്നില്ലാതെ ജീവിക്കാൻ തുടങ്ങി. രോഗം ഉണ്ടാവും, മക്കൾക്ക് രോഗം ഉണ്ടാവും, ഭാര്യയ്ക്ക് രോഗം ഉണ്ടാവും, നമ്മൾ ആരും മരുന്ന് കഴിക്കുന്നില്ല, ചികിത്സിക്കും, രോഗം മാറും. അപ്പൊ അക്യുപഞ്ചറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അക്യുപഞ്ചർ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ, ആ പോയിന്റ് സെലക്ട് ചെയ്ത ഒരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് ട്രീറ്റ്മെന്റ് ചെയ്താൽ, ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി ആ രോഗത്തിന്റെ പിടുത്തപ്പെടും. അത് തലവേദനയായാലും വയറുവേദനയായാലും ശ്വാസമുട്ടലായാലും മൂത്രക്കടച്ചിലായാലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളായാലും കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളായാലും, ഇങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടല്ലോ. നെഞ്ഞിടിപ്പ് മുതൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്ന സകല ആരോഗ്യ പ്രശ്നങ്ങളും ഈ രൂപത്തിൽ ചികിത്സിക്കുമ്പോൾ സുഖപ്പെടും. അപ്പൊ ഇത് സുഖപ്പെടും എന്ന് ബോധ്യപ്പെട്ട ആൾ എന്ത് ചെയ്യും? അയാളുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യും. ബോധ്യപ്പെടാത്തവരാണ് മഹാഭൂരിപക്ഷം മുതലാളികളും. അവരെന്താ നോക്കുക? ഒരു മരുന്നില്ലാത്ത സൂചി ഉടച്ച സുഖപ്പെടുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്ത് നോക്കിയാൽ അവർക്ക് ബോധ്യപ്പെടും, ചെയ്യൂല, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ ശരിയാവുക, അത് ശരിയാവില്ല, അതെങ്ങനെ ഇങ്ങനെയാണ് ആലോചിക്കുക. ഈ ആലോചന മാറ്റിയിട്ട് അവര് ഒരു പ്രാവശ്യം അവരാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്? ഒരു സൈഡ് എഫക്റ്റ് ഇതിനില്ല. അക്യുപങ്ക്ചർ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളത് ഒരു വലിയ ഗ്യാരണ്ടിയാണ്. കാരണം എന്നറിയോ, നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മരുന്നുകൾ ക്യാൻസർ വരുന്നത് നിരോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിഡ്നി ഫെയിൽ ആവുന്ന, അല്ലെ, കാലിന് പഴുപ്പ് വരും, അല്ലെങ്കിൽ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിരോധിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ശരിക്കും പേടിക്കണം. മരുന്ന്, കാരണം എനിക്ക് നല്ല അനുഭവമുണ്ട്. എൻ്റെ ഉപ്പ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് പെട്ടെന്ന് നിരോധിച്ചു. എന്താ കാരണം? ക്യാൻസർ വരുന്ന കാരണം പറഞ്ഞത്. 9 കൊല്ലത്തിലധികമായി ഉപ്പ സ്ഥിരമായി കഴിക്കുന്ന മരുന്നാണ് നിരോധിക്കുന്നത്, ക്യാൻസർ വരുന്ന മരുന്ന്. അപ്പോൾ ഉപ്പ ഭാഗത്തിന് ക്യാൻസർ വന്നിട്ടില്ല, പക്ഷേ ക്യാൻസർ വരുന്നതാണ് നിരോധിക്കുമ്പോൾ അത് അങ്ങനെ ഓരോ മരുന്ന് ഉണ്ടാക്കുന്ന റിസ്ക് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അപ്പോൾ നമ്മളെ ചികിത്സന്റെ ഒരു ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് ഗ്യാരണ്ടിയാണ്. എന്ത് ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അക്യുപഞ്ചർ ട്രൈ ചെയ്ത് നോക്കൂ. അത് രോഗം മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തോളൂ, രോഗം മാറുന്ന വിട്ടേക്ക്. പക്ഷേ ഇത്രയും ഒരു ഗ്യാരണ്ടിയും അതേപോലെ രോഗം സുഖപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഏതാണ്ട് എല്ലാ ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രമുണ്ട്. ഇപ്പൊ അത് അൽനാസ് അക്യുപഞ്ചർ ഹോം കയ്പമംഗലത്ത്, അല്ലെ, കൊപ്രക്കുളത്ത് നിന്ന് പടിഞ്ഞാറ് വന്ന റൂട്ടിൽ. ഇത് ഈ കൊപ്രക്കുളത്ത് തന്നെ നോക്കിയാൽ വേറെ അക്യുപഞ്ചർ ക്ലിനിക്കുകൾ ഉണ്ടല്ലോ. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ടൗണിലും അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഈ ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആളുകൾ എങ്ങനെ ചികിത്സിക്കാൻ വരുന്നു ചോദിച്ചാൽ, അവർ പറഞ്ഞ പോലെ എല്ലാ മരുന്നും ചെയ്തിട്ട് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, എന്നാൽ അതിനെങ്കിലും ഇതും കൂടി നോക്കാം. അപ്പോഴും ഇപ്പൊ ഒരാൾക്ക് രോഗം വന്നാൽ അക്യുപഞ്ചർ ചെയ്യാൻ അയാൾ അതെങ്ങനെയാ മാറുക, അത് മാറുക സംശയിക്കുന്നതിന് പകരം അവർക്ക് സംശയമൊന്നുമില്ല, കാരണം മാറ്റെല്ലാം മാർക്കെല്ലാം പരാജയപ്പെട്ടു, ഇനി ഇതൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ ഇത് ഉപയോഗം രോഗം സുഖപ്പെടുന്നതോടുകൂടി അവരുടെ അഭിപ്രായം മാറി, അവരുടെ ചികിത്സ അവർ സ്വന്തം ചികിത്സയാക്കി മാറ്റി. അതിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും അക്യുപഞ്ചർ പഠിച്ചു, പലരും അക്യുപഞ്ചറിസ്റ്റുകളാണ്. അപ്പൊ പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, മരുന്നില്ലാതെ രോഗം സുഖപ്പെടും. അത് സുഖപ്പെടും എന്നുള്ളത് ഒരാൾക്ക് ബോധ്യപ്പെടുന്നത് വരെ അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എതിർത്തിരുന്നു. പക്ഷെ ബോധ്യപ്പെട്ടതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ നല്ല ശതമാനം ആളുകളും അതിന്റെ പ്രചാരകരും അതിന്റെ പ്രയോക്താക്കളുമായി മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. താങ്ക് യു.